ഹായ്, നമസ്കാരം. അങ്ങനെ ഏതാണ്ട് 2 വർഷമായിട്ട് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു വംശഹത്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലോടുകൂടി ഏതാണ്ടൊന്ന് അവസാനിച്ചിരിക്കുന്ന മട്ടാണ്. ഈ കരാറിലും ചില അപാകതകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് ആ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇവിടെ ഈ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 9 ദിവസമായപ്പോൾ 40ഓളം ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ. പല തൊഴിലാളികൾ പറഞ്ഞ് ഇസ്രായേൽ പലപ്പോഴായിട്ട് ഫലസ്തീനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും. ഇപ്പോൾ അവസാനത്തെ ദാരുണമായ സംഭവം ഉണ്ടായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഫലസ്തീൻ കുടുംബത്തിൻ്റെ കാറിലേക്ക് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടാവുകയും ഏതാണ്ട് 9-10 പേർ അതിൽ കൊല്ലപ്പെടുകയും 6-7 കുട്ടികളും അതിലുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 മുമ്പും ഇത് തന്നെയായിരുന്നു ആ മണ്ണിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴായിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ആഴ്ചയിൽ 4 പേരെന്ന തോതിലാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഒരു ആക്രമണ പരമ്പര ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ചില മനുഷ്യർ ഈ ഹമാസിൻ്റെ ആക്രമണത്തെ മാത്രമേ കാണുന്നുള്ളൂ. അതിനു മുമ്പ് ഫലസ്തീനികൾക്ക് എന്ത് സംഭവിച്ചു, അവിടെ എന്തായിരുന്നു അവസ്ഥ എന്നൊന്നും ഇവർ ചിന്തിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെയേറെ മാറിയിട്ടുണ്ട്. എന്താണ് ഫലസ്തീൻ്റെ പ്രശ്നമെന്നും എന്തിനു വേണ്ടിയാണ് അവർ പോരാടുന്നതെന്നും ഇന്ന് ആളുകൾ ആഴത്തിൽ പഠിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുകയാണ്. ഫ്രീ ഫലസ്തീൻ എന്നുള്ളത് ഇന്നൊരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റുപറയുന്ന ഒരു മുദ്രാവാക്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇസ്രായേലികളാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജനവിഭാഗം, അവരുടെ DNA തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നല്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭൂലോക വിഡ്ഢിയാണെന്ന്. അമേരിക്കയുടെ പണവും സ്വാധീനവും ആയുധബലം കൊണ്ടും മാത്രം നിലനിൽക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ ശക്തിയിൽ മതിമറന്ന് തീർത്തും വിഡ്ഢിത്തരങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ അത്രയും ചെയ്തു വെച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ഏതാണ്ട് 70-80 വർഷത്തോളമായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ ഈ ഫലസ്തീനികളുടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ട് ഇന്ന് വരെ ആ രാഷ്ട്രത്തിന് അതുകൊണ്ട് സമാധാനമുണ്ടായിട്ടുണ്ടോ? ഇവർ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അയൽപക്കത്തുള്ള മറ്റു രാഷ്ട്രങ്ങൾക്കോ ഫലസ്തീനികൾക്കോ സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഇത്ര കാലത്തോളം അവർക്ക് ഏറ്റവും അനുയോജ്യമായ കാലമായിരുന്നു. ആ ഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഇസ്രായേലിലുള്ള യഹൂദ ജനങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം സമ്മാനിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല സുവർണ്ണകാലങ്ങളായിരുന്നു ഈ കാലമത്രയും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും ഇസ്രായേൽ ഈ കാലമത്രയും ആ ഒരു ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്തു നിന്നത് അവരുടെ കഴിവുകൊണ്ടല്ല, മറ്റുള്ള രാജ്യങ്ങളുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാ കാലവും ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ കഴിവുകേട് നിൽക്കുമെന്നാണ് അവർ വിചാരിച്ചത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇറാൻ്റെ കാര്യം. എത്രത്തോളം ഉപരോധങ്ങളും മറ്റും ഈ രാജ്യത്തിന് മേൽ, എത്ര ഓപ്പറേഷനുകൾ, എത്രത്തോളം യുദ്ധങ്ങൾ ഇവർക്ക് മേൽ ചുമത്തിയിട്ടും ആ രാഷ്ട്രം ഉയർന്നു വന്നില്ലേ? ഇസ്രായേലിനെ നേരെ നിന്ന് വെല്ലുവിളിക്കാനും അമേരിക്കയ്ക്ക് മുകളിൽ കൂടെ ഇസ്രായേലിനെ ആക്രമിക്കാനും ധൈര്യം കാണിക്കുകയും അവരതിൽ വിജയിക്കുകയും ചെയ്തില്ലേ? ഇതുപോലെ ഓരോ രാഷ്ട്രങ്ങൾ ഉയർന്നു വരുന്തോറും ഇസ്രായേലിൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നതായിരിക്കും. പിന്നെ ആരാണ് ഇവരെ ബുദ്ധിയുള്ള ജനത എന്ന് വിളിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഏറ്റവും വലിയ വെട്ടികൾ. കാര്യം, കുരിശുദ്ധം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരവധി തവണയാണ് ഈ യഹൂദരെ കൊല്ലപ്പെടുന്നതും കൂട്ടപലായനങ്ങൾക്ക് വിധേയരാകപ്പെടുന്നതും. ഈ കാലത്തൊന്നും ഇല്ലാത്ത ഒരു ബുദ്ധി ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർക്ക് എങ്ങനെ ലഭിച്ചു? അതിനുശേഷം ഇവർക്ക് വല്ല ഇവല്യൂഷനും സംഭവിച്ചോ? ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനിസം എന്നുള്ള ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഈ അമേരിക്കയും വെസ്റ്റിനോടും ചേർത്ത് നിർത്തുന്നത്. ആ ഒരു ആശയത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ഇവരെ അവിടെ കുടിയിരുത്തിയാലേ ഈശോ മിശിഹ വരൂ എന്നുള്ള ഒരു വിശ്വാസവും എല്ലാം ചേർന്നാണ് അവരവിടെ നിലനിന്ന് പോരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് വിളിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്, ഇതിനും 1 വർഷം മുമ്പ് തുടങ്ങിയ യുദ്ധമാണ് ഉക്രൈനിൽ റഷ്യ ആക്രമിക്കുന്നത്. പക്ഷേ എവിടെയെങ്കിലും റഷ്യക്കെതിരെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും റഷ്യക്കെതിരെ, അല്ലെങ്കിൽ അവർ അലൈൻഡ് ആയിട്ടുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും റഷ്യയ്ക്ക് ഉപരോധങ്ങളും മറ്റും ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്നും റഷ്യയ്ക്കോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലികളും നേരിടുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു എതിർപ്പ് നേരിടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, റഷ്യ അങ്ങനെ ഒരു എതിർപ്പിനെ നേരിടുന്നില്ല. കാരണം അവരുടെ ആക്രമണങ്ങൾ വളരെ പ്രിസൈസാണ്. റഷ്യ ഒരിക്കലും ആക്രമിക്കുന്നത് ഉക്രൈനിലെ ജനങ്ങളെയല്ല, ഉക്രൈൻ്റെ സൈനിക ലക്ഷ്യങ്ങളും മറ്റ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റുകളുമാണ്. അവർ എല്ലാം പിൻ പോയിന്റ് ചെയ്തിട്ടാണ് അവർ ആക്രമിക്കുന്നത്. റഷ്യയ്ക്ക് ഉക്രൈനിൽ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കണം. ഉക്രൈൻ ഒരിക്കലും നാറ്റോയുടെ ഭാഗമാകരുന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാണ് അവർ ആ ആക്രമണം തുടങ്ങി വെച്ചത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാറ്റോ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് റഷ്യ അതിൻ്റെ ഫുൾ പവറിൽ
ഉക്രൈൻ ആക്രമിക്കാത്തതെന്ന്. അങ്ങനെയല്ല, നാറ്റോയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ പരമാവധി ഇപ്പോൾ ഉക്രൈനിൽ ചെയ്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യം നാറ്റോ ഡയറക്റ്റായിട്ട് കയറി ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇരുകൂട്ടരുടെയും നാശം തന്നെയായിരിക്കും, അമേരിക്കയുടെയും നാശമായിരിക്കും. മറ്റൊന്ന്, ഈ നാറ്റോ രാഷ്ട്രങ്ങളിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും എല്ലാം കയ്യിലുള്ള അവരുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ആയുധമാണ് ഈ സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന മിസൈൽ. അതിന് സ്കാൽപ്പ് എന്നൊക്കെ പറയും, നമ്മളും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ മിസൈൽ ഉക്രൈന് നാറ്റോ കൊടുത്തിരുന്നു. പക്ഷേ ഇത് എത്ര തവണ അവർ ഉപയോഗിച്ചിട്ടുണ്ട്? എത്ര തവണയൊക്കെ ഉക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ 10 മടങ്ങ് തിരിച്ചടി ഉക്രൈന് റഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ മിസൈലുകൾ അധികം ഉപയോഗിക്കാറില്ല. ഇനി അമേരിക്ക ടൊമഹോക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും റഷ്യയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പവറിൽ കാണിച്ച ആ ഒരു അഹങ്കാരത്തിനും മണ്ടത്തരത്തിനും മുഴുവൻ ഇസ്രായേലാണ് ഇപ്പോൾ വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി മാത്രമല്ല, ഏതൊരു ഇസ്രായേലിയും യൂറോപ്പിൽ പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. എല്ലായിടത്തും ഇവരെ ആളുകൾ ശകാരവർഷങ്ങളും ശാപവാക്കുകളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മണ്ടത്തരം കാണിച്ചു വെച്ച ഈ വ്യക്തിയെയും അവരെ തിരഞ്ഞെടുത്ത ആളുകളെയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അതിബുദ്ധിമാന്മാരെന്ന് പറയുന്നത്. എന്തായാലും ഇസ്രായേലിന് ഇനിയും സമയമുണ്ട് ഫലസ്തീനികൾക്ക് സമാധാനം നൽകാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകാനും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബൈ.